ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി. മുന്നണി മാറ്റ ചർച്ചകൾ ജോസ് കെ മാണി തള്ളി. നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഇല്ലെന്നും കേരള കോൺഗ്രസ് നിൽക്കുന്നിടത്ത് അധികാരമുണ്ടാകുമെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഭിന്നശേഷി സംവരണത്തിലടക്കം വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് സമ്മതിച്ച ജോസ് കെ മാണി JB കോശി റിപ്പോർട്ടിൽ വ്യക്തമായ മറുപടി നൽകിയില്ല. കേരള കോൺഗ്രസ് LDF വിട്ട് UDF-ൽ ചേക്കേറുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം. LDF പിന്തുണയിൽ പുനരാലോചന ഉണ്ടായിട്ടില്ലെന്ന് ജോസ് കെ മാണി. സോണിയാഗാന്ധിയുമായി ആശയവിനിമയം നടത്തിയിട്ടില്ല. മധ്യമേഖലാ ജാഥ ക്യാപ്റ്റനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഈ പറഞ്ഞ നീണ്ട ദിവസങ്ങളുള്ളത് കൊണ്ട് അതിനകത്ത് പാർലമെന്റ് ഉണ്ട്, ബഡ്ജറ്റ് ഉണ്ട്. അവിടെ ചില ദിവസങ്ങൾ ചിലപ്പോൾ ചില നീക്കുപോക്കുകൾ നടത്തേണ്ടി വരുമായിരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത് അതിന് സത്യമാണ്. എന്തുകൊണ്ടാണ് അപ്പോൾ ക്യാപ്റ്റൻ ഞാൻ തന്നെയായിരിക്കും, സംശയമൊന്നുമില്ല. ബൈബിൾ വചനം ഉദ്ധരിച്ച് മുന്നണികൾക്ക് കേരള കോൺഗ്രസ് അനിവാര്യ ഘടകമെന്ന് ജോസ് കെ മാണി ആവർത്തിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തില് യേശുക്രിസ്തു പറയുന്നുണ്ട്, ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിപലിക്കുന്നു. അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പാർട്ടിയിൽ വരുന്നത് ആരോഗ്യകരമായ ചർച്ചകളുടെ ഭാഗം. അന്തിമ തീരുമാനം പാർട്ടി ചെയർമാനെന്നും ജോസ് കെ മാണി. മന്ത്രി റോഷി അഗസ്റ്റിനുമായി അഭിപ്രായ ഭിന്നതയുണ്ടെന്ന കാര്യം അദ്ദേഹം തള്ളി. സഭയുടെ സമ്മർദ്ദം ശക്തമായ ഭിന്നശേഷി സംവരണം, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്നീ കാര്യങ്ങളിൽ മറുപടി ഇങ്ങനെ. അല്ല, ആ റിപ്പോർട്ട് ഈ പറഞ്ഞ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ ഒരു സംവിധാനമൊന്നും വന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ അത് വേണ്ടതാണ്. അതിനകത്തുള്ള റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ജോസ് കെ മാണിയുടെ പ്രതികരണത്തിൽ മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്ക് താൽക്കാലിക പരിഹാരമെന്ന് LDF നേതൃത്വത്തിന് ആശ്വസിക്കാമെങ്കിലും പൂർണ്ണമായും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. മറ്റന്നാൾ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചൂടുപിടിക്കുമെന്നാണ് സൂചന. മീഡിയ 1 കോട്ടയം.